സ്ത്രീകളിലെ വെള്ളപ്പൊക്ക് എപ്പോഴാണ് പേടിക്കേണ്ടത്? അപ്പോൾ എന്തൊക്കെയാണ് നോർമൽ, എന്തൊക്കെയാണ് അബ്നോർമൽ എന്ന് പറയാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ വെള്ള പോലെ ക്ലിയർ ആയിട്ട് ലിക്വിഡാണ് പോകുന്നുണ്ടെങ്കിൽ അത് പേടിക്കാനല്ല. അത് നോർമലാണ്, ഹോർമോൺ കൊണ്ട് വരുന്നതാണ്. അത് മെൻസസിന് തൊട്ട് മുമ്പ്, മെൻസസിന് ശേഷം, മെൻസസിന് ഇടയ്ക്കും വരാം. വേറെ ചൊറിച്ചില, വേറെ വയറുവേദനയൊന്നും ഇല്ലെങ്കിൽ അത് നമുക്ക് തൽക്കാലം പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് കാണുന്നതാണ് ഒരു തൈര് പോലെ കട്ടിയിൽ നല്ല ചൊറിച്ചിലോട് വരുന്നൊരു കണ്ടീഷനുണ്ട്. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ഈസ്റ്റോ അല്ലെങ്കിൽ കാൻഡിഡ പോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് അങ്ങനെ വരാം. അത് ചൊറിച്ചിൽ അസഹനീയമാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മഞ്ഞ കളർ അല്ലെങ്കിൽ ഗ്രേ കളറിൽ പോകുന്ന ഒരു ഡിസ്ചാർജാണ്. അത് നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ വജനോസിസ് ആണ്. ഒരു ഫിഷി സ്മെല്ലെന്നാണ് ഞാൻ പറയുന്നത്. അത്രയും ബാഡ് സ്മെല്ലും പിന്നെ മഞ്ഞ കളറും ഒരു ഗ്രേ കളറോട്ട് വരണമെങ്കിൽ അത് ബാക്ടീരിയൽ വജനോസിസ് ആണ്. അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഓറൽ ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് ഉള്ളിൽ വെക്കേണ്ട മരുന്നും അതിന് അവൈലബിൾ ആണ്. പിന്നെ മൂന്നാമത് കാണുന്നത് പച്ച കളറിലാണ്. ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാവും, ചിലപ്പം ചൊറിച്ചിലുണ്ടാവുന്നതല്ല, അടിവയറ് വേദന ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രഗ്നൻസിയിൽ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് യൂട്രസിൻ്റെ ഇൻഫെക്ഷനായിട്ട് മാറാനും പിന്നെ ചിലപ്പോൾ അബോർഷനൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോർമലി വരുന്നത് പ്രഗ്നൻസിയിലും കാണും. ഈ മുട്ടയുടെ വെള്ള പോലെ വരുന്നത്, പച്ചമുട്ടയുടെ വെള്ള പോലെ വരുന്നത്. പിന്നെ തൈരിൻ്റെ അംശത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ സ്മെല്ലോട് കൂടിയ മഞ്ഞ അല്ലെങ്കിൽ ഗ്രേ കളറിൽ വരുന്നതോ അല്ലെങ്കിൽ പച്ച കളറിൽ നല്ല കുമ്പള പോലെ നല്ല ഫ്രോത്തി ആയിട്ട് വരുന്ന പത പോലെ വരുന്ന പച്ച കളറുള്ള സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. പ്രത്യേകിച്ച് പ്രഗ്നൻസി ആണെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. അല്ലാത്തത് നമ്മൾ എപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ കാണിക്കുക. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ എന്തെങ്കിലും ചിലപ്പോൾ ഡയബറ്റീസോ എന്തെങ്കിലും രോഗപ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള അസുഖങ്ങളോ ഓട്ടോഇമ്യൂൺ ഡിസീസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം സ്ഥിരമായിട്ട് വരുന്നവർ ഒരു പാപ്സ്മിയർ ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ബാക്കിയുള്ള ചിലപ്പോൾ സ്കാനൊക്കെ ചെയ്യേണ്ടി വരും. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ മരുന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ ഓറൽ കഴിക്കേണ്ട മരുന്നോ ചിലപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സോ കഴിക്കേണ്ടി വരും. നമ്മൾ വജനൽ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അടിവസ്ത്രങ്ങൾ ദിവസം മാറണം. സേഫ് സെക്സിൽ കോൺടാക്റ്റ് പ്രാക്ടീസ് ചെയ്യണം.